ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. ഇന്നലെ ഇന്ത്യയും യു എസും തമ്മിൽ ഒരു മേജർ ട്രേഡ് ഡീൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് മാർക്കറ്റിന് കുറച്ചധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഡീലിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് യു എസ് പ്രസിഡന്റ് ട്രംപ് ഇന്ത്യൻ ഗുഡ്സിലേക്കുള്ള താരിഫ് 50% 18% ഇവിടെ കുറച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മുമ്പ് ഇന്ത്യക്ക് 25% റെസിപ്രോക്കൽ താരിഫ് ഉണ്ടായിരുന്നു. പ്ലസ് റഷ്യൻ ഓയിലിന്റെ ബയർ ആയതുകൊണ്ട് അഡീഷണൽ 25% പെനാൽറ്റിയും. എന്നാൽ ഇപ്പം റഷ്യയിൽ നമ്മൾ ഓയിൽ വാങ്ങുന്ന നിർത്തിയപ്പോൾ പെനാൽറ്റി ഇവിടെ ഒഴിവാക്കി ബേസ് താരിഫ് കട്ട് ചെയ്ത് നെറ്റ് താരിഫ് 18% ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡെവലപ്മെന്റ് ഇന്ത്യക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം യു എസ് ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പോർട്ടിലേക്ക് ഏകദേശം 20% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു താരിഫ് കട്ട് ഇന്ത്യയുടെ എക്സ്പോർട്ട് മാർജിൻ അതുപോലെ ഡിമാൻഡിലേക്ക് എന്തായാലും ഒരു പോസിറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരും. അപ്പൊ ഇവിടെ നമ്മൾ കോമ്പറ്റീഷന്റെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഏഷ്യൻ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ 18% താരിഫ് ഇന്ത്യൻ ഒരു സ്വീറ്റ് സ്പോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടേബിൾ കാണുന്ന പോലെ ഇന്ത്യ ഇപ്പോൾ വിയറ്റ്നാം, ബംഗ്ലാദേശ്, ചൈന അതുപോലെ ബാക്കിയുള്ള കോമ്പറ്റേറ്റേഴ്സിനേക്കാളും കൂടുതൽ കോമ്പറ്റേറ്റീവ് പൊസിഷനിലാണ് ഉള്ളത്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ബൈ അമേരിക്കൻ കമ്മിറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ $500 ബില്യൺ വാല്യൂ ഉള്ള യു എസ് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിലെ യു എസ് എനർജി പ്രൊഡക്ട്സ്, ടെക്നോളജി, അഗ്രികൾച്ചർ ഐറ്റംസ്, കോൾ അതുപോലെ ബാക്കിയുള്ള പ്രൊഡക്ട്സും ഉണ്ടാവുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽ വഴി ഏറ്റവും അധികം പോസിറ്റീവ് ഇമ്പാക്ട് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്സും സെക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് അറിയണ്ടേ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സെക്ടർ എന്ന ടെക്സ്റ്റൈൽസ് ആണ്. ഇന്നിപ്പം ഇന്ത്യ ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരലിലെ ലോകത്തെ 6ാമത്തെ ഏറ്റവും വലിയ എക്സ്പോർട്ടർ ആണ്. അതുപോലെ കലണ്ടർ ഇയർ 2024 അവരുടെ ഗ്ലോബൽ ഷെയർ ഏകദേശം 4.1% എത്തി. ഇപ്പൊ 2025 ഫൈനാൻഷ്യലില് ടെക്സ്റ്റൈൽസ്, അപ്പാരൽ അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ്സ് ഒന്നിച്ച് ഇന്ത്യയുടെ ടോട്ടൽ മെർക്കൻഡൈസ് എക്സ്പോർട്ടിന്റെ 8.63% ആയിട്ടുണ്ട്. $37.7 ബില്യൺ വാല്യൂയോടെ. ഇപ്പൊ യു എസ് എ ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് മാർക്കറ്റ് ആണ്. ഇപ്പൊ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിലേക്ക് ഏകദേശം 29% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ യു എസ് എയും യൂറോപ്പും ഒന്നിച്ച് ഇന്ത്യയുടെ അപ്പാരൽ എക്സ്പോർട്ടിലേക്ക് ഏകദേശം 66% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ EU ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഫാക്ടർ യൂറോപ്പില് ഇന്ത്യൻ ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സിന് 0 താരിഫ് ആയിരിക്കും. അപ്പൊ ഇത് എക്സ്പോർട്ടിന് ഒരു സ്ട്രോങ് ലോങ് ടേം സപ്പോർട്ട് ആയിട്ട് മാറും. ഇപ്പൊ 2026-27 യൂണിയൻ ബഡ്ജറ്റില് ഗവൺമെന്റ് ടെക്സ്റ്റൈൽ സെക്ടറിനായിട്ട് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ്, മെഗാ ടെക്സ്റ്റൈൽ പാർക്സ്, സ്കില്ലിംഗ് ഇനിഷ്യേറ്റീവ് അതുപോലെ എക്സ്പോർട്ട് ഫെസിലിറ്റേഷൻസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എംപ്ലോയ്മെന്റ് അതുപോലെ കോമ്പറ്റീറ്റീവ്നെസ്സിന് ഒരു സ്ട്രോങ് പുഷ് ആവും. അപ്പൊ ഇതൊക്കെ നടക്കുമ്പോൾ മെയിൻ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്സ് ഉണ്ട്. അതിലൊരു ഇമ്പോർട്ടന്റ് പേരാണ് പേൾ ഗ്ലോബൽ. ഇവർക്ക് 50%-ലധികം യു എസിലേക്ക് എക്സ്പോഷർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ബെനിഫിറ്റ് ഇവർക്ക് ലഭിക്കും. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ സെയിൽസ് CAGR 18%, അതിൽ പ്രോഫിറ്റ് CAGR 57% വരെ നൽകിയിട്ടുണ്ട്. ഇനി വേറൊരു സ്റ്റോക്ക് വരുന്നത് ഗോകുൽദാസ് എക്സ്പോർട്സ് ആണ്. ഇവർ 67% യു എസ് എക്സ്പോഷർ ഉണ്ട്. അതിൽ 3 ഇയർ സെയിൽസ് CAGR 29%, അതിൽ പ്രോഫിറ്റ് CAGR 6%. ബാക്കി യു എസ് എക്സ്പോർട്സ് നെയിംസ് നിങ്ങൾക്ക് ഈ ടേബിളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഇനി അടുത്ത സെക്ടർ വരുന്നത് കെമിക്കൽസ് ആണ്. അപ്പൊ ഈ ഒരു സെക്ടർ ഗ്ലോബൽ ട്രേഡിൽ ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. അപ്പൊ ഇന്ത്യയുടെ കെമിക്കൽ ഇൻഡസ്ട്രി $220 ബില്യൺ അധികം മൂല്യമുണ്ട്. അതുപോലെ 80,000-ലധികം കൊമേഴ്ഷ്യൽ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏഷ്യയിൽ ഇന്ത്യയാണ് 3rd ലാർജസ്റ്റ് കെമിക്കൽ പ്രൊഡ്യൂസർ. അതേസമയത്ത് ഗ്ലോബൽ ലെവലിൽ ഓവറോൾ ഔട്ട്പുട്ടിൽ 6th റാങ്ക് ആണ്. അതിൽ കെമിക്കൽ എക്സ്പോർട്സിൽ 40th റാങ്കും. ഇപ്പൊ കലണ്ടർ ഇയർ 2024 ഇന്ത്യ $2.56 ബില്യൺ വർത്ത് ഓർഗാനിക് കെമിക്കൽസ് യു എസിലേക്ക് മാത്രം തന്നെ ഇവിടെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2025 ഫൈനാൻഷ്യലില് ഇന്ത്യയുടെ കെമിക്കൽ എക്സ്പോർട്ട് അറൌണ്ട് $34.6 ബില്യൺ ആണ്. ഇതിൽ 13% യു എസ് മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. യു എസ് കെമിക്കൽ ഇമ്പോർട്ടിൽ ചൈനയുടെ ഷെയർ 2018-22 18% 2023-24 ഏകദേശം 10% ഇടിഞ്ഞു. എന്നാൽ ഇന്ത്യയുടെ ഷെയർ ഈ ഒരു സെയിം പീരീഡിൽ 3.5 മുതൽ 4% സ്റ്റേബിൾ ആയിട്ട് നിന്നു. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് യു എസ് ഇന്ത്യയുടെ മെയിൻ കെമിക്കൽ എക്സ്പോർട്ട് മാർക്കറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതന്നെയാണ്. അപ്പൊ കുറച്ച് മെയിൻ ബെനിഫിഷ്യൽ സ്റ്റോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ PI ഇൻഡസ്ട്രീസ് 21% യു എസ് എ എക്സ്പോഷർ ഉണ്ട്. അതുപോലെ കമ്പനിക്ക് 15% സെയിൽസ് CAGR കഴിഞ്ഞ 3 വർഷത്തിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ 25% പ്രോഫിറ്റ് CAGR നൽകിയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തൊരു സ്റ്റോക്ക് വരുന്നത് എയ്തർ ഇൻഡസ്ട്രീസ് ആണ്. അപ്പൊ ഇവർക്ക് 15% യു എസ് എ എക്സ്പോഷർ ഉണ്ട്. അതുപോലെ 3 ഇയർ സെയിൽസ് CAGR 12%, പ്രോഫിറ്റ് CAGR 15%. ഇനി നിങ്ങളിപ്പോ ഈ ഒരു ടേബിൾ നോക്കുകയാണെങ്കിൽ യു എസ് എക്സ്പോർട്ട് സ്റ്റോക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി അടുത്ത സെക്ടർ വരുന്നത് ഓട്ടോ ആൻസിലറീസ് ആണ്. അപ്പൊ മുന്നത്തെ 50% താരിഫ് കാരണം പല ഓർഡേഴ്സും ഡിലേ ആയിരുന്നു. അതിൽ മാർജിൻ ഇവിടെ ചുരുങ്ങിയായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ നോർത്ത് അമേരിക്കയിൽ മാനുഫാക്ചറിംഗ് ബേസ് ഇല്ലാത്ത ഫേംസിന്. ഇപ്പം താരിഫ് കുറഞ്ഞപ്പോൾ ഇന്ത്യയുടെ കോമ്പറ്റീറ്റേഴ്സ് ഇവിടെ കൂടി, പ്രത്യേകിച്ച് ഈസ്റ്റ് ഏഷ്യൻ സപ്ലൈസിനെതിരെ. അപ്പൊ ഇത് കോൺട്രാക്ട് റിന്യൂവബിൾസ് അതുപോലെ തന്നെ ഇൻക്രിമെന്റൽ ഓർഡേഴ്സിന് പോസിറ്റീവ് ആണ്. ഇനി നമ്മൾ സ്റ്റോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ സോന BLW ഒരു ഇമ്പോർട്ടന്റ് നെയിം ആണ്. ഇവരുടെ 40% എക്സ്പോഷർ യു എസ് മാർക്കറ്റിൽ നിന്നാണ്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ അവരുടെ സെയിൽസ് CAGR പ്രോഫിറ്റ് CAGR രണ്ടും 19% CAGR വെച്ച് വളർന്നിട്ടുണ്ട്. ഇപ്പൊ രാമകൃഷ്ണ ഫോർജിങ്ങിന് 27% യു എസ് എക്സ്പോഷർ ഉണ്ട്. 3 ഇയർ സെയിൽസ് CAGR 20%, അതിൽ പ്രോഫിറ്റ് CAGR 27%.
അപ്പോൾ ബാക്കിയുള്ള US എക്സ്പോർട്സ് നെയിംസ് നിങ്ങൾക്ക് ഇപ്പോൾ ടേബിളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത് നമുക്കുള്ളത് കൺസ്യൂമർ കമ്പനീസ് ആണ്. US മാർക്കറ്റിലെ എക്സ്പോഷർ ഉള്ള ചില സെലക്ടഡ് കൺസ്യൂമർ പ്ലേയേഴ്സിന് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പാക്കേജ് ഫുഡ്, അതുപോലെ റൈസ് എക്സ്പോർട്ട്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രി ഫെഡറേഷൻസ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഈവൻ US ഡ്യൂട്ടീസ് 50% വരെ കൂടിയിട്ട് പോലും US-ലേക്കുള്ള ഇന്ത്യയുടെ റൈസ് എക്സ്പോർട്ട് കൂടിയിട്ടേ ഉള്ളൂ. ഓവറോൾ 2025 ടോട്ടൽ റൈസ് എക്സ്പോർട്ട് ഇയർ ഓവർ ഇയർ 19.4% കൂടി 21.55 മില്യൺ ടണ്ണായി. അപ്പൊ ഇത് ബസ്മതി എക്സ്പോർട്ട് 25% കൂട്ടി 15.15 മില്യൺ ടൺസ് ആയി. ഓവറോൾ കൺസ്യൂമർ സ്പേസിൽ ട്രാക്ക് ചെയ്യേണ്ട സ്റ്റോക്സ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ LT ഫുഡ്സ് ആണ് ആദ്യത്തെ പേര് ഇവിടെ വരുന്നത്. അവരുടെ റവന്യൂവിന്റെ ഏകദേശം 39% US-ൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി 17% സെയിൽസ് CAGR-ഉം അതിൽ 27% പ്രോഫിറ്റ് CAGR നൽകിയിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്. ഓവറോൾ 12% എക്സ്പോഷർ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്കുണ്ട്. അപ്പൊ ഇവിടെ 3 ഇയർ സെയിൽസ് CAGR 12%, അതിൽ പ്രോഫിറ്റ് CAGR 9%. ഇതുകൂടാതെ ഇന്ത്യ ഗേറ്റ് ബസ്മതിയുടെ ഓണർ KRBL-ഉം ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ 10% US എക്സ്പോഷറോടെ. അപ്പൊ ഇതിന്റെ എല്ലാം ഒപ്പം USA ഇന്ത്യയുടെ ഷ്രിംപ് എക്സ്പോർട്ടിന് 48% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ താരിഫ് 50% 18%-ലേക്ക് കുറഞ്ഞപ്പോൾ എക്സ്പോർട്ട് അതുപോലെ മാർജിന് ഒരു സ്ട്രോങ് ബൂസ്റ്റ് ഇവിടെ ലഭിക്കും. ജെംസ് ആൻഡ് ജ്വല്ലറി സെക്ടറിനും താരിഫ് റിഡക്ഷനും ബെനിഫിറ്റ് ലഭിക്കും. കാരണം US ഇന്ത്യയുടെ ജെംസ് ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ടിലേക്ക് ഏകദേശം 25% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോളാർ സെക്ടറിലും ഒരു സ്ട്രോങ് ബെനിഫിറ്റ് നമുക്ക് കാണാം. വാരി എനർജീസ് അവരുടെ ഓർഡർ ബുക്കിന്റെ ഏകദേശം 59% US-ൽ നിന്നാണ് ഇവിടെ വരുന്നത്. അതിൽ താരിഫ് ഇവിടെ 50%-ൽ നിന്ന് 18%-ലേക്ക് ഇവിടെ കുറഞ്ഞപ്പോൾ എക്സ്പോർട്ടും മാർജിനും രണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മെച്ചപ്പെടാം. ഇവിടെ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ US ട്രേഡ് ഡീല് മാർക്കറ്റിലേക്ക് ഒരു പോസിറ്റീവ് സൈൻ ആണ് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് എക്സ്പോർട്ട് അതിൽ കോമ്പറ്റേറ്റീവ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. ഇവിടെ നമ്മളൊരു ഡിസ്ക്ലെയിമർ പറയാണ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സെക്ടേഴ്സും സ്റ്റോക്സും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. ഇവിടെ US പ്രസിഡന്റ് പോളിസിയും തീരുമാനവും ഒക്കെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മാറാവുന്നതാണ്. അടുത്തത് ഇപ്പൊ എന്തായിരിക്കും എന്നുള്ളതൊന്നും നമുക്ക് ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഒരു ബാലൻസ് പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇവിടെ സേഫ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.